വിജനതയിൽ പാതി വഴി തീരുന്നു ചുരിമണലിൽ വീണുവെയിലാറുന്നു ആഴമറിയാ സാഗരങ്ങൾ നീന്തി നീന്തി തീരമണയാ കൂരിരുളിലേകയായി ഒരോളമാകയോ ചുവടുകളെ തളരരുതേ ഇടരരുതേ വരൂ വരൂ പോകാമകലേ വിജനതയിൽ പാതി വഴി തീരുന്നു ചുരിമണലിൽ വീണുവെയിലാറുന്നു. മലബാർ ഗോൾഡ് ഡയമണ്ട്സ് ഒന്ന് പവേഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ ഒരു ഗംഭീര എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സലീം കുമാർ. ചിരിയാണ് സലീമേന്റെ ഏറ്റവും വലിയ. സ്ത്രീക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയില്ലല്ലോ. മുകളിലേക്ക് പോകും താഴേക്ക് പോകും പക്ഷെ അനങ്ങില്ല. എന്ത് താഴേക്ക് പോകും. ഒരുപാട് ആലോചിച്ചു. ക്വിസ് റൗണ്ട് അവസാനിച്ചു. അയ്യോ എന്തിനീ അധികം. ഇന്നൊരു ഫിലിം പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു എപ്പിസോഡാണെന്ന് നിങ്ങൾക്ക് പരസ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന വ്യക്തി ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമ്മുടെ ഓർക്കസ്ട്ര ചേട്ടന്മാരെ പതിലും സുന്ദരന്മാരായിട്ടിരിക്കുന്നു. അവർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എനിക്കൊരു 90 വയസ്സുള്ളപ്പോൾ പോലും ഈ പരിപാടി നിർത്തരുതേ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യമായിട്ട് ഞാൻ എപ്പിസോഡിലോട്ട് വലത് കാലിച്ച് മുന്നോട്ട് പോകുന്നില്ല, ക്യാമറയ്ക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നാഷണൽ അവാർഡ് വിന്നർ, നമുക്ക് എല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട സലീം കുമാർ. അദ്ദേഹം വരുന്നതിന് മുൻപായിട്ട് അദ്ദേഹം തന്നെ തിരക്കഥാ സംവിധാനം, അഭിനയം, സംഭാഷണം എല്ലാം നമ്മൾ പറയും ആരാണ്ടോ എന്ന് പണ്ട് ഒരു നാടകത്തിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അതല്ല, അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ എല്ലാ പണികളും. ഒരു ഒറ്റയാൾ പട്ടാളം തന്നെയായിരുന്നു അദ്ദേഹം ഈ ചിത്രത്തിന് വേണ്ടി ചെയ്തത്. അതിൻ്റെ എല്ലാം തിരക്കിൽ അദ്ദേഹം ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ കൊച്ചി പരിപാടിയിലും വരാൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും വരാൻ കാണിച്ച സന്മനസ്സിന് ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിച്ചുകൊണ്ട് ആദ്യമായിട്ട് സ്വാഗതം ചെയ്യാൻ പോകുന്നത് ഈ സിനിമയിലെ കമ്പാർട്ട്മെൻറ്റ് എന്ന ചിത്രത്തിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സിനിമയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട കഥാപാത്രം ക്യാരക്ടർ ചെയ്യുന്ന ഒരു കുട്ടി, മഴവിൽ മനോരമയിലെ ഭാഗ്യദേവത എന്ന ഏറ്റവും ഹിറ്റായ സീരിയലിലൂടെ നമുക്ക് അഭിമാനപൂർവ്വം പറയാം മനോരമയാണ് ഈ കുട്ടിയെ കണ്ടെടുത്തിരിക്കുന്നത്. പക്ഷേ സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ കുട്ടിക്ക് ഒരു എൻട്രി സമ്മാനിച്ചത് സലീം കുമാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കും വളരെ സന്തോഷത്തോടു കൂടി ഈ ഭാഗ്യദേവത തീർച്ചയായിട്ടും സലീമേട്ടൻ്റെ ഈ പടത്തിലും ഭാഗ്യദേവതയായിട്ട് തന്നെ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഭാഗ്യദേവതയുടെ യഥാർത്ഥ പേര് ലയദേവത എന്നാണ്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ലയ. കുട്ടി പതിവിലും സൗന്ദര്യമേറിയിരിക്കുന്നു. പടത്തിന്റെ ഒരു വിജയത്തിന്റെ സൂചന ആ മുഖത്ത് തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ ലയെ കാണുമ്പോഴത്തേക്ക് എല്ലാവരുടെ മനസ്സിൽ ലയ അത്രയും ഒരു താരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ലയക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കമ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ എക്കാലത്തെ അഭിമാനമായ നമ്മുടെ സലീം കുമാർ തന്നെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പുതിയ സംരംഭത്തിൽ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ കോള് വന്നപ്പോൾ ഒരു എന്ത് തോന്നി? ശരിക്കും സീരിയലിൽ അഭിനയിച്ചിട്ട് ആദ്യമായിട്ടാണ് സിനിമയിലോട്ട് പോകുന്നത്? ശരിക്കും ആദ്യമായിട്ടല്ല, ഞാൻ ഇതിനു മുമ്പ് കുട്ടിയും കോലും പറഞ്ഞ പക്രു ചേട്ടൻ ഡയറക്ട് ചെയ്ത പറഞ്ഞു, അത് പറഞ്ഞില്ലെങ്കിൽ ചേട്ടൻ തന്നെ. അതുകൊണ്ട് അതാണ് എന്റെ ഫസ്റ്റ് ഫിലിം. അതിനുശേഷം ഞാൻ സീരിയൽ ഒറിജിനൽ. ഇതൊക്കെ കിട്ടാൻ പാടാ, നല്ലൊരു ഗൈഡ് കൊടുക്കണം. അപ്പം ഞാൻ ഭാഗ്യദേവത കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഈ കമ്പാർട്ട്മെന്റ്. ലേക്ക് ഈ സിനിമയിൽ വളരെ സുപ്രധാനമായ പങ്കുവച്ച 2 കുട്ടികളുണ്ട്. ഈ കുട്ടികളെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരെയും സൃഷ്ടിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെക്കാട്ടും കൂടുതൽ കഴിവുകൾ അവർക്ക് തന്നെയാണ്. അതെ, നമ്മളെക്കാളും കുറച്ച് കൂടുതൽ കഴിവുകൾ നൽകി ഈ കുട്ടികളെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ കഴിവുകൾ നൽകി സൃഷ്ടിച്ചാൽ ഏറ്റവും വലിയ തെളിവാണ് നമ്മളിപ്പോ ഈ സിനിമയിൽ ഇപ്പോ അഭിനയിക്കുന്നു. ഒരുപാട് കഴിവുകളുണ്ട് ആ കുട്ടികൾ. അത് കണ്ടെത്തിയ സലീമേട്ടനെയാണ്. കാരണം അങ്ങനെയുള്ള കുട്ടികളെ എല്ലാവരും വർത്താനം പറയോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു സംശയമാണ്. അവരെ വെച്ച് സിനിമ എടുപ്പിക്കാൻ ആ ഒരു ധൈര്യം ആ സലീമേട്ടന് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മിക്കവാറും ജയറാമേട്ടന് ഒരു പടം കഴിഞ്ഞ് പലരും പറയേണ്ടി വരും. എന്തായാലും നമുക്ക് അരുണിനെയും ഏഞ്ചലിനെയും നല്ല കൈഡി കൊടുത്തുകൊണ്ട് വേദിയിലോട്ട് സ്വാഗതം ചെയ്യാം. അവരെ അവിടെ നിന്ന് നമുക്ക് വിളിക്കാം കേട്ടോ.
കാര്യം ചെയ്യ്, ഈ രണ്ട് പിള്ളേരും വന്നപ്പോഴത്തേക്കും നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു കൊച്ചു സമ്മാനം കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും വേണം. ഒരു സമ്മാനം തരട്ടെ ചേച്ചി, ഒരു സമ്മാനം തരട്ടെ. ചേച്ചി അല്ല തരാൻ പോകുന്നത്, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ആ ഫ്രണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എവിടുന്നോ വന്നിട്ട് ആ സമ്മാനം തരും. എന്ത് സമ്മാനമാണ് ഏറ്റവും ഇഷ്ടം? ഏതാ? ചോക്ലേറ്റ്. ദൈവമേ, ആ സമ്മാനം ചോക്ലേറ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആ കൂട്ടുകാരനെ ഞാൻ വിളിക്കാൻ പോയി. ജാക്കി വാ വാ വാ, ജാക്കി വാ. ദേ ജാക്കി വന്നു. ജാക്കി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നേക്ക. അരുണും കൊടുക്ക. അരുൺ, അരുൺ. ഇതിനകത്ത് ചോക്ലേറ്റ് ആണോ? ചോക്ലേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓ, ഇതാ ഇത് ചേച്ചിക്ക്. അപ്പൊ എനിക്കോ? ഈ ചേച്ചിക്ക്? ഈ ചേച്ചിക്കോ? ഈ ചേച്ചി നേഴ്സല്ലേ? നേഴ്സുമാർ ചോക്ലേറ്റ് വെച്ചൂടെ? ഇല്ല, അങ്ങനെ ഞങ്ങൾക്കാണ് ചോക്ലേറ്റ് കണ്ടത്, നിങ്ങളെയൊക്കെ പരിപാലിക്കുന്നത്. ഇത് സലിമേട്ടന്. ഓക്കെ, സലിമേട്ടനാണ്. ഇല്ല. അപ്പൊ അതിനകത്ത് മിക്കവാറും ചോക്ലേറ്റ് ആയിരിക്കും കേട്ടോ. ചുമ്മാ സംശയം തീർത്തേക്കാം. ഇവരെന്താ പറഞ്ഞു, ഇവരുടെ മനസ്സിൽ ആഗ്രഹിച്ചു തന്നെ കിട്ടിയോ? അയ്യോ, ചോക്ലേറ്റ് തന്നെ. എങ്ങനെയാ? ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കും. ഇനി കഴിക്കണമെങ്കിൽ ഇടയ്ക്ക് ഇരുന്ന് കഴിച്ചോ കേട്ടോ. ഓക്കെ, ഇനി നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന, ഇതിനകത്തും ചോക്ലേറ്റ് തന്നെ, വിഷമിക്കണ്ട. നമ്മളെല്ലാവരും ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന ആ മഹാനടനെ വേദിയിലോട്ട് വിളിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ അതേ ഇൻട്രഡക്ഷൻ പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരെയും ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച, ചിരിപ്പിച്ച, കോമഡിക്കൊക്കെ ഇതിനപ്പുറം ഒരു നിർവചനം ഉണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടി വരും. എന്നാൽ ഇദ്ദേഹം ഉള്ളു തുറന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം വല്ലതും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നും. രണ്ട് എക്സ്ട്രീം നമുക്ക് കാണിച്ചു തന്ന മഹാനടനെ സ്വാഗതം ചെയ്യുന്നു. ചിറ്റാട്ടുകരക്കാരുടെ സ്വന്തം, പറവൂരുകാരൻ, നോർത്ത് പറവൂരുകാരുടെ സ്വന്തം, എന്നാൽ എല്ലാ മലയാളികളുടെയും സ്വന്തമായ സലീം കുമാർ. നമസ്കാരം. എത്ര കൊല്ലം വന്നിട്ട്? ഒരു 3 വർഷമായിട്ടുണ്ടാവും അല്ലേ? അല്ല, അതിൽ കൂടുതലൊക്കെ. നമ്മള് ലാസ്റ്റ് ദിലീപേട്ടന്റെ പരിപാടിക്ക് അമേരിക്കയിൽ പോയത്. 5 വർഷമൊക്കെ. ഇനി അത് എനിക്ക് ചേട്ടനെ ഒന്ന് ആദരിക്കണം. ചേട്ടൻ ഒരുപാട് അവാർഡ്, എന്താ പറയാ, നാഷണൽ അവാർഡ് കിട്ടിയതിനു ശേഷം പ്രത്യേകിച്ച് ചേട്ടൻ മുക്കിനും മൂലയിലും ഓടി നടന്ന് ട്രോഫി വാങ്ങിക്കലും പൊന്നാട അണിക്കലുമായിരുന്നു. പക്ഷെ എന്നാലും ആര് ആദരിച്ചാലും ചേട്ടന് വേണ്ടാന്ന് പറയാൻ പറ്റൂല. അത് നമ്മുടെ മനസ്സിന്റെ ഒരു സന്തോഷം. അപ്പൊ എന്തൊരു ചിരിയാ! ഇത്രയും ചിരി. 1-1-3 വക ഞങ്ങളുടെ ഒരു കൊച്ചു സമ്മാനം. ചേട്ടന്റെ ഹൈറ്റ് നല്ല ഹൈറ്റ്. ഞാൻ ഈ ചെരുപ്പ് ഇട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ പൊന്നാടി അണിയിക്കായിരുന്നു. ഞാൻ ഒരൊറ്റ ചേട്ടത്തിന് ഇടണം. കുനിയോ? സലിമേട്ടനെ എനിക്ക് കൂടുതൽ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയും. ഇപ്പം നമ്മൾ ആ പ്രോഗ്രാമിനൊക്കെ ഒരു മാസം പോയെന്ന് പറയുമ്പോൾ കാവ്യ, ഭാവന, എല്ലാ നായികമാരും ഉണ്ട്. എല്ലാവർക്കും സലിമേട്ടന്റെ അടുത്തിരുന്ന് വർത്താനം പറയാനായിരിക്കും കൂടുതൽ താല്പര്യം. അത് വേറൊന്നുമല്ല, അത്ര നമ്മളെ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാനെന്താ വിചാരിച്ചോ, എന്റെ അടുത്തിരുന്ന് വർത്താനം പറയാൻ താല്പര്യം. അതങ്ങനെ തോന്നിക്കും. ഓരോ ട്രിപ്പ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് അങ്ങനെ തോന്നിപ്പിക്കും അല്ലേ? എന്തായാലും ഇപ്രാവശ്യം അഭിനയിച്ച ഒരു പടത്തിന്റെ കാര്യം പറയാനല്ല സലിമേട്ടൻ വന്നിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നുണ്ട് അല്ലെ? അഭിനയിച്ചിട്ടുണ്ട്. ഒരു കോമഡി വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ സലീം കുമാർ എന്നൊരു വ്യക്തി സംവിധാനം ചെയ്തിറങ്ങുന്ന പടം എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പ്രതീക്ഷയുണ്ട്. അതാണ് അതിന്റെ സന്തോഷം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന്. വെറുതെ ഡയറക്റ്റ് എനിക്കറിയാലോ. എനിക്കറിയാം. പിന്നെന്താണ്? അയ്യോ, ആ ചിരിയൊന്നും ഞങ്ങൾക്ക് കേൾക്കാനൊരു ആഗ്രഹം. എനിക്ക് പല സമയത്ത് ചെന്നപ്പോൾ തിയേറ്ററിൽ ടിക്കറ്റ് ഇല്ല, അത്ര തിരക്ക്. അപ്പൊ അത് കാണാത്തോണ്ട് മാത്രം, ശരിക്കും ഞാൻ കണ്ടിട്ടായിരുന്നു ഇവിടെ നിൽക്കേണ്ടത്. പക്ഷെ ഞാൻ കണ്ട പോലെ പറയും, അതെ അടിച്ചു കളിയാണ്. സലിമേന്റെ ചിരിയുണ്ടോ? സലിമേന്റെ അത് ആരെങ്കിലും പറയും, ചിരിയാണ് സലിമേന്റെ ഏറ്റവും വലിയ ഒരു ഇതല്ലേ? ഏറ്റവും ഒരു സ്ത്രീക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയില്ലല്ലോ. ആ ചിരി ഉള്ളു തുറന്നുള്ള ഒരു ചിരിയുണ്ട്, കറയില്ലാത്ത ചിരി. പല്ലിനൊരു ലേശം കറ പോലും ഇല്ല. അപ്പൊ നമുക്ക് വിചാരിച്ചു ഈ സന്തോഷത്തിന്റെ വേള, ഈ കമ്പാർട്ട്മെന്റിന്റെ വിജയത്തിന്റെ വേള ആഘോഷിക്കാൻ വേണ്ടി എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പാടിയിട്ട് അവിടെ പോയി ഇരുന്ന് സംസാരിക്കാം. ഈ പാട്ട് ആലപിക്കുന്നത് ഞാനല്ല, സലീം കുമാർ ആയിരിക്കും. നമ്മളെ എത്ര പാട്ട് പാടിയായിരുന്നു ചേട്ടാ, നമ്മുടെ പാവപ്പെട്ട പരിപാടിയിലും കൂടെ പാടി ചേട്ടാ. ശരി, ഇപ്പൊ ഞാൻ വേണം രണ്ടുപേരും പാടാൻ, അവിടെ പോയിട്ട് പിന്നീടാവാം. ഓക്കെ, നമ്മുടെ ലയ ഏത് പാട്ടിലും ഡാൻസ് ചെയ്യും കേട്ടോ. അല്ല, ലയ അല്ല, ഏഞ്ചൽ. ഒന്നാം
ഗോൾഡൻ ഡയമണ്ട്സ് 113 പവേർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ കമ്പാർട്ട്മെന്റ് എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന പോലെ ഇതാ നേരത്തെ എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഒരു വശത്ത് തുടങ്ങും നമ്മുടെ പ്രിയ നടൻ സലിം കുമാർ, അരുൺ, ഏഞ്ചൽ, അതേപോലെ മഴവിൽ മനോരമയുടെ ഭാഗ്യദേവതയ ലയ. ആ കമ്പാർട്ട്മെന്റിൽ ഇനിയെങ്കിലും സലിമേട്ടൻ ഇതിനെപ്പറ്റി ചിലവരെങ്കിലും ടിക്കറ്റ് കിട്ടാത്തവർ കാണാത്തവരുണ്ടല്ലോ, എന്നെ പോലുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടി ഈ ചിത്രത്തിന്റെ ഒരു ഉള്ളടക്കം മാത്രം, കഥാ കാര്യങ്ങളൊന്നും പറയണ്ട, ക്ലൈമാക്സും പറയണ്ട. റിമി നേരത്തെ പറഞ്ഞത് ട്രെയിൻ യാത്രയേ അല്ല. ട്രെയിൻ യാത്രയല്ല അല്ല, ഈ കമ്പാർട്ട്മെന്റ് എന്ന് വെച്ചാല് ഈ കമ്പാർട്ട്മെന്റിലൈസ് ചെയ്യപ്പെടുക എന്നുള്ളൊരു സംഭവം. ഓ ശരി ശരി. സലിമേട്ടന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴേ ചിലപ്പോൾ സലിമേട്ടനൊക്കെ തന്നെ പറയാറുണ്ട്, ഞാൻ മഹാരാജാസിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഭയങ്കര ചിരി. കാരണം എല്ലാവരുടെയും വിചാരം ചുമ്മാ പറയുന്നതായിരിക്കും സലിമേട്ടൻ. പക്ഷേ ഈ മനുഷ്യൻ ഭയങ്കര വിദ്യാഭ്യാസമുള്ള അല്ല. എന്നാലും സലിമേട്ടന്റെ ചില വർത്താനം കേൾക്കുമ്പോഴത്തേക്കും ഒരു 10ാം ക്ലാസ് പോലും PhD ആണ്. ശരിയാ. അപ്പോൾ ഈ കമ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മ ഒരു കുട്ടി ജനിച്ചു, ഈ കുട്ടി മെന്റലി ഡിസേബിൾഡ് ആണെന്ന് അറിയുന്നൊരു നിമിഷമുണ്ട്. ഈ നിമിഷം തന്നെ നമ്മൊരു ഇവന് വേണ്ടി അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടി ഒരു കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിടുക. ആ കമ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടോ അവർ ഇങ്ങോട്ടോ മിങ്കിൾ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കാറില്ല. അതാണ് കമ്പാർട്ട്മെന്റ് ഉദ്ദേശിക്കുന്നത്. സാധാരണ 113 ഒരു ഫോർമാറ്റിലുള്ള ഗെയിമോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. കാരണം സലിമേട്ടനെ പോലെ ഒരാൾ വരുന്ന അല്ലെങ്കിൽ ഇവരൊക്കെ പിള്ളേരൊക്കെ ഇരുന്ന് നമുക്ക് അങ്ങനെ ഒരു ഫണ്ണി മത്സരത്തിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ചെറിയ എന്റർടൈൻമെന്റ് നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ഒരു 5 ചോദ്യം വെച്ച് ലയോട് ചോദിക്കും. അല്ല, ഇത് ആർക്ക് വേണമെങ്കിലും പറയാം. പറയുന്ന ആർക്കാണോ അവർക്ക് അപ്പൊ തന്നെ വാൾമാക്സിന്റെ ബുദ്ധിമാന്മാരുടെ പെയിന്റ് ഉണ്ട്. അവർ 1000, 2000 ഓരോ ചോദ്യത്തിന് 1000, 2000, 3000, 4000, 5000 വെച്ചിട്ട് അങ്ങ് ഉടനെ സമ്മാനം തരുക കേട്ടോ. കുസൃതിയുണ്ട്, കുസൃതിയാണ്, എല്ലാം തന്നെ കുസൃതിയാണ്. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത പാത്രം. ഗർഭപാത്രം. കഥാപാത്രം. രണ്ടുത്തരം പറഞ്ഞിരിക്കുന്നു. ഗർഭപാത്രം പറഞ്ഞിരിക്കുന്നു, കഥാപാത്രം പറഞ്ഞിരിക്കുന്നു. എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ഞാൻ രണ്ടുപേരും ഇരുന്ന് ആലോചിക്കുന്നു വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരം കഥാപാത്രം. ഗിഫ്റ്റ് വൗച്ചറാണ് വോൾമാക്സ് ബുദ്ധിമാന്മാരുടെ പെയിന്റ് നൽകുന്ന 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറാണ് സലിം കുമാർ. ഇത്ര പെട്ടെന്ന് ആലോചിക്കാണ്ട്. ഗർഭപാത്രവും ശരിയാണ്, ഏകദേശം ശരിയാണ്. എനിക്ക് അതിനകത്ത് 500 തരുമെങ്കിൽ അത് നിങ്ങൾ തമ്മിലുള്ള തീരുമാനത്തിൽ എത്തിയാൽ മതി. 500 ശരി, അടുത്ത ചോദ്യം പോകുന്നു. കിട്ടുന്നത് വരെ തെരയും, കിട്ടുന്നത് വരെ തെരയും, കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലും. എന്താണത്? ആർക്ക് വേണമെങ്കിൽ ഇതെന്റെ ചോദ്യം ഞാൻ കണ്ട. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതുവരെ കേട്ടിട്ടില്ല ഈ ചോദ്യം. സത്യം ഞാൻ കേട്ടോ, പെറ്റ മാസം കേട്ടിട്ടില്ല. വോൾമാക്സ് പെയിന്റ്സ് ഗിഫ്റ്റ് വൗച്ചർ നൽകുന്ന 2000 രൂപയുടെ സമ്മാനം. ഇതാരെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടപോലെ. ചേട്ടൻ ഉണ്ടാക്കി വിട്ടതുപോലെ, പേനയല്ല. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നു. കഴിക്കാൻ പറ്റാത്ത അട. അങ്ങനെയൊന്നുമില്ല, ആർക്കും പറയാം. കഴിക്കാൻ പറ്റാത്ത അട. ചേട്ടന് അറിയാൻ തോന്നല്ലോ. അത് പറഞ്ഞോ. എനിക്കറിഞ്ഞൂടാ. എല്ലാ അടയും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ അട എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റില്ല. ഗേറ്റ് അട അല്ല, അത് ശരിയാ. പക്ഷെ അതല്ല, വേറെ ഉണ്ട്. ഏഞ്ചൽ എന്താ പറയുക? ഏഞ്ചൽ എന്താ പറയാനുള്ളത്? ശരി, ഏകദേശം ഉത്തരം പറഞ്ഞു. പക്ഷെ സമ്മാനം കൊടുക്കാൻ ബുദ്ധിമുട്ട്. സമ്മാനം കൊടുത്തേക്കാം. വേണ്ട, കൊടുക്കണ്ട. അല്ല, കൊടുത്തേക്കാം അല്ലേ? അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് കണ്ണടയായിരുന്നു. കണ്ണട കഴിക്കാൻ പണിഷ്മെന്റ് ഉണ്ട് നിങ്ങളുടെ മൊത്തം കമ്പാർട്ട്മെന്റ് ടീമിന് തന്നെ. കാരണം ലയ തെറ്റിച്ച് കഴിഞ്ഞാൽ ലയ ഫീൽഡിൽ കൊണ്ടുവന്ന സലിം കുമാറിനായിട്ട് പണിഷ്മെന്റ് തിരിച്ചു വാങ്ങിക്കല്ല, രണ്ടുപേരും പാടിയേ വെക്കും. ചേട്ടാ എനിക്ക് അമേരിക്കയിലെ പാടുള്ളൂ. അമേരിക്കയില് നാടൻ പാട്ട് എനിക്കറിയില്ല. അറിയാലോ, ഞാൻ കൂടുമല്ലോ. നാടൻ പാട്ട്. ഞാൻ കലാഭവമണിയല്ല, എന്റെ പേര് സലിം കുമാർ. മാറിപ്പോയി. ലേ എന്തെങ്കിലും പണിഷ്മെന്റ് ചേട്ടൻ പറഞ്ഞ ലേ ചെയ്യും. ഞാൻ പറയുന്ന പോലെ ലേ ചെയ്യട്ടെ. സ്പീഡിൽ പറയുന്ന എന്തെങ്കിലും പറഞ്ഞേ. നന്നായി. സ്ലോയിലേ എനിക്ക് പറയാൻ പറ്റുന്നില്ല. സപ്തമശ്രീ തസ്കര. പെട്ടെന്ന് പറ, 5 പ്രാവശ്യം പറ. സപ്തമശ്രീ തസ്കര, സപ്തമശ്രീ തസ്കര, സപ്തമശ്രീ തസ്കര, സപ്തമശ്രീ തസ്കര. ഈ കൊച്ചാന്ന് അത് പറയാൻ ചോദിച്ച കാര്യമില്ല. അത് മതി, അത് മതി. ലോകത്തിലെ ഏറ്റവും വലിയ കോശം.
ദോഷം. കോശം കോശം ദോഷം പിന്നെ സാധനത്തിന്റെ പേര് ഇതാരും റിമി ടോമി ചെയ്ത്. ലോകത്തിലെ ഏറ്റവും വലിയ കോശം. കാരണം റിമി ടോമി എന്ന് വെച്ചാല് ഈ ഒരു ദിവസം അമേരിക്കയില് പ്രോഗ്രാം തുടങ്ങാനേക്കും പോയിട്ട് അങ്ങനെ കരഞ്ഞിട്ട് വരാണ്ട് അങ്ങനെ എന്താണ് അപ്പൊ ഞാൻ ചോദിച്ച് എന്താണെന്ന് പുറമേ എന്ന് വെച്ചാല് അമ്മ അച്ഛൻ അങ്ങനെ എന്താ പ്രശ്നം പാട്ടുപുസ്തകം എടുക്കാൻ മറന്നുപോയി. പാട്ടുപുസ്തകം എടുക്കാൻ മറന്നുപോയി. കയ്യിൽ ചീറ്റോസും മറ്റേ ചിപ്സും പിന്നെ പെപ്സിയും പിടിച്ചിട്ട് വന്നേക്കാണ്. അന്ന് ഞാൻ പേരിട്ട് കാരണം ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് സിംഗിങ് ഈ 3 കാര്യത്തിൽ പിടിക്കുകയാണ്. ഈറ്റിംഗ്, ഡ്രിങ്കിങ്, സിംഗിങ്. അതാണ് റിമീറ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ കോശം അതാണ് നമുക്കറിയാം. കോശം അതോ നേരത്തെ കോശം എന്നാണല്ലോ. ഇല്ല കോശം 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 എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിയുള്ളവർക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ്. എനിക്കതില്ല. ഞാൻ കോശം ഉത്തരം ഞാൻ പറയാം. ഒട്ടക പക്ഷിയുടെ മുട്ട. ഒരുമാതിരി പോയി. കുസൃതി കോശം ജീവകോശം. ഇത് പിൻവലിക്കണം. പിൻവലിച്ചു. ഇനി അടുത്ത് ചോദിക്കണം, സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭരണം. ഗൃഹഭരണം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പക്ഷെ സമ്മാനമില്ല. ആദ്യം തെറ്റ് പറഞ്ഞു പോയി. ഇതൊരുമാതിരി ഇതിന്റെ പേരെന്ന് വെച്ചാ ആദ്യം ആരാ പറഞ്ഞ അതിന്റെ ഉത്തരം ആരാ? ഞാനോ പറഞ്ഞത് കൊടുത്തേക്ക് ലേക്ക് കൊടുത്തേക്കാം. ഇല്ലില്ല ഇതിന് വേറെ അല്ലെങ്കിൽ ഈറ്റിങ്ങൾ ചാവുകൊണ്ട് പിന്നീട് ആ 2 പറഞ്ഞില്ല. എനിക്ക് കിട്ടിയ സാധനം മുതൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ആയില്ലേ? അല്ല നിങ്ങളുടെ സെറ്റിൽ ഫുഡൊക്കെ എങ്ങനെ? സലിമേട്ടൻ നല്ല ഫുഡൊക്കെ തന്നോ? അത് പറയാതിരിക്കാൻ വഹിച്ച് സൂപ്പർ ഫുഡായിരുന്നു. ഏത് ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട? ചിക്കൻ ബിരിയാണി. സലിമേട്ടൻ തന്നു അതൊക്കെ അല്ലേ? അരുണോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? അല്ല സലീമേട്ടൻ സാധാരണ ലൊക്കേഷൻ ഫുഡിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് ഈ പാചകത്തിനൊക്കെ കാറ്ററിംഗിന് പോകുന്ന ഒരു ചേട്ടനെ അവിടെ കൊണ്ട് താമസിപ്പിച്ച് നല്ല ഫുഡായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ഇത് ഒച്ചപ്പാടുന്ന ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മോട് എങ്ങനെ പറഞ്ഞാലും എഴുതിയാലും ശരിയാവാത്ത മലയാളം വാക്ക്. എങ്ങനെ പറഞ്ഞാലും എഴുതിയാലും ശരിയാവാത്ത മലയാളം വാക്ക്. എങ്ങനെ പറഞ്ഞാലും അത് ശരിയല്ല, തെറ്റ്. അപ്പൊ ഈ സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ആദ്യം റിമി ടോമി ചാടി കയറി പറഞ്ഞു. ഒരിക്കലും അത് പറയാൻ പാടില്ല. 4000 തരാൻ വിചാരിച്ച അടുത്ത ചോദ്യത്തോട് പോവുകയാണ്. അതെ അതെ. കടലിലുള്ള എന്താണ് കുതിരയിലുള്ളത്? കടൽക്കുതിര. കേട്ടില്ല. വെള്ളം. കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളേച്ചൻ 90 കഴിഞ്ഞ പെണ്ണ് കെട്ടാൻ പോയി. ഇത് പറഞ്ഞില്ല. കടലിലുള്ള എന്താണ് കുതിരയിലുള്ളത്? തിര. തിരയും എനിക്ക് ശാപം മാറിയപ്പോഴല്ല, 2 പേരുടെ ശാപം ദാനം കൊടുത്ത് ബ്രാഹ്മണ ശാപം മാറ്റി. ശരി, നമ്മുടെ അടുത്ത ചോദ്യത്തോട് പോവുകയാണ്. മുകളിലേക്കും പോകും താഴേക്കും പോകും പക്ഷെ അനങ്ങില്ല. എന്ത് അനങ്ങില്ല? ഇതിലൂടെയാണ് നമ്മൾ പലപ്പോഴും അങ്ങോട്ട് പോകണമെന്നെല്ലാം. പക്ഷെ ഇത് മാത്രം അവിടെ നിൽക്കും. സലിമേട്ടൻ തന്നെ എപ്പോഴും പറയാറില്ലേ, ഈ റോക്കറ്റ് വിക്ഷേപണം ചെയ്യുന്ന തുമ്പ എപ്പോഴും അവിടെ തന്നെ നിൽക്കും, പക്ഷെ റോക്കറ്റ് ഒരുപാട് അതിൽ നിന്ന് പോകും, തുമ്പ ഒരിക്കലും പോണില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമാണിത്. ഇതാണ് എന്റെ ക്ലൂ. സമയം പോകും പക്ഷെ ക്ലോക്ക് എങ്ങും പോണില്ല, വാച്ചെങ്ങും പോണില്ല. അത് കറക്റ്റ് ആട്ടോ. പക്ഷെ മേലോട്ടും താഴോട്ടും സമയം പോവോ? സമയത്തിന് എങ്ങാടാണ് പോകാൻ പറ്റുന്നത്? ക്രിസ്ത്യാനികൾ വലിയ താഴേക്ക് പോവും, ഹിന്ദുക്കൾ വലിയ കത്തിച്ച് മേലോട്ട് പോവും. ശരിയാ. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് പടികളായിരുന്നു. പടികൾ, സ്റ്റെപ്പ് എല്ലാരെയും കയറ്റിവിടും. സ്റ്റെപ്പ് അതേപോലെ തന്നെ ഇരിക്കും. സ്റ്റെപ്പിലൂടെ എത്ര പേര് കയറുന്നു, എത്ര പേര് ഇറങ്ങുന്നു. ഗ്യാസ് ഇഷ്ടപ്പെട്ട് താഴേക്ക് പോകുന്നു.
അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല. സാധനം കൊടുത്തേക്ക്. അയ്യോ, ഇത് 5000 രൂപയുടെ ലാസ്റ്റ്. എന്റെ തീർന്നു. ഞാൻ അല്ലെങ്കിൽ ഞാൻ കൊടുത്തത് ഒരുപാട് ആലോചിച്ചു. അല്ല അതിന് കൊടുത്തേക്ക്. അല്ല ഏട്ടാ അതിന് കൊടുക്കണം. കൊടുത്തേക്ക്. 5000 50,000 കൊടുത്തേക്ക്. വോൾമാക്സ് പെയിന്റ്സ് ഒക്കെ ഗിഫ്റ്റ് വോച്ചർ 5000 രൂപയുടെ. അങ്ങനെ നമ്മൾ ക്വിസ് റൗണ്ട് അവസാനിച്ചു. അയ്യോ എന്തിനീ സാധാരണ IAS-നൊക്കെ ഉണ്ടാവൂലേ, അവിടെയൊക്കെ ഇത്ര ഉത്തരങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളൂ. അല്ല ഇത് പറയണം, ഞാനൊക്കെ ഇങ്ങനെ ചിലപ്പോ അറിയാണ്ട് ഓർക്കാണ്ട് പറയുന്നത്. പക്ഷെ എന്നെ കടത്തി വെട്ടുന്ന ഒരാളായി പോയി. എന്നും 1-3 കാണുന്നത് പ്രേക്ഷകയാണ്. നിങ്ങളെ പോലെ ഉള്ളവരുണ്ടായത് കൊണ്ട് നമ്മുടെ പരിപാടി 1000 എപ്പിസോഡ് വരെ. ഈ കമ്പാർട്ട്മെന്റിലുള്ള 2 കുട്ടികളെ പറ്റി പറയുമ്പോൾ നമ്മുടെ അരുണ് ഒരു പ്രത്യേക കഴിവുള്ള കുട്ടിയാണെന്ന് എൻ്റെ അടുത്ത് വിനോദ് കടാമംഗലം എന്നുള്ള ചേട്ടൻ ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു. അരുണ് ഏത് സ്റ്റാറിനെ, അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതായത് ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. ഏത് സ്റ്റാറിനെ ചോദിച്ചാലും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളെ ചോദിച്ചു കഴിഞ്ഞാലും അരുൺ ഭയങ്കരമായിട്ട് അത് അവതരിപ്പിക്കുക. അത് നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നി. എനിക്കത് ചെയ്ത് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അരുൺ ചെയ്യുവോ? അയ്യോടാ, ആരെയാണ് അരുൺ ഏറ്റവും ഇഷ്ടം ഇപ്പൊ കാണിക്കാൻ? മമ്മൂട്ടിയും വേണം, സത്യനും വേണം. ഞങ്ങൾക്ക് 2 പേരും, ഒരു പഴയ തലമുറയും പുതിയ തലമുറയും. മിടുക്കൻ. ഇപ്പൊ ആരെയാണ്? സത്യമാഷിനെ കാണിക്കാൻ. താഴോട്ട് വന്നെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി മമ്മൂട്ടിയും കൂടെ കാണിച്ചു. ചന്തുവിനെ തോപ്പിക്കാൻ 6 ജില്ലയിലും മക്കള്. സൂപ്പർ സൂപ്പർ. ഭയങ്കര കൈയ്യടി കൊടുക്കേണ്ട കാര്യാ. ഇവർക്കൊക്കെ ആരാ പറഞ്ഞ എന്താ പറയാ, എന്തെങ്കിലും കുറവുണ്ടെന്ന് ആരും പറയത്തില്ല അല്ലേ? നമുക്കൊക്കെയാണ് കുറവ്. ഇനി അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചെയ്തിരുന്നു. ദൈവമേ അമ്മ ഇത് റിമിയേക്കാൾ നല്ല ആർട്ടിസ്റ്റാണ്. കാരണം മൂപ്പരാത്ത് ഇപ്പൊ ഒരു പ്രോഗ്രാം ഒരു പ്രാവശ്യമൊന്നുമല്ല, ഒരു ഷോക്ക് എത്ര പ്രോഗ്രാമുണ്ട്? ഒരു 18 പ്രോഗ്രാമൊക്കെ നമ്മൾ സാധാരണ ഷോക്ക് ഇത് വന്നു. ഈ 18 ഷോക്കും ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും, ഏറ്റവും ഫ്രണ്ട് സീറ്റിൽ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സാധാരണ പോകുന്ന സമയത്ത് ഓരോ താരങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും താരമാതാപിതാക്കള്. ഇപ്പൊ അവർക്ക് വേറെ സമയമില്ല, ടൈം പാസ് വേറെ ഒന്നുമില്ല. നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അതിന്റെ യാതൊരു പണിയില്ല. അപ്പൊ എല്ലാ പ്രോഗ്രാമിനും ഫ്രണ്ടില് വന്നിരിപ്പുണ്ടാവും. അതിന് മെയിൻ റിമിയുടെ അമ്മയാണ്. ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഒന്നിനും ചിരിക്കുകയും ചെയ്യില്ല. കാരണം ഇവര് കണ്ടു 18ാമത്തെ സ്റ്റേജ് ഒക്കെ ആദ്യമൊക്കെ ഇവർക്ക് വിഷമം വരുന്നത്, ആദ്യം ചിരിച്ചോണ്ടിരുന്ന സ്ത്രീ ചിരിക്കാണ്ട് ഞാൻ പേടിപ്പിച്ചു, ഇനി അവിടെ കണ്ടുപോയിരുന്നെങ്കിൽ ചെരുപ്പെടുത്തിക്കളയുന്നത്. അത് ഇടയ്ക്ക് ഒരു 2-3 പ്രോഗ്രാം കഴിഞ്ഞ ശേഷം റിമിയുടെ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് തെറ്റിച്ചു. കാരണം ഡയലോഗ് തെറ്റിച്ചേക്കുമ്പോ ഏതാ സംഭവം തെറ്റിച്ചെന്നുള്ളത് അത് തെറ്റിച്ചു. ആ രാധ വന്നില്ലല്ലോ എന്നുള്ളത് 2ാമത് പറഞ്ഞു. ആദ്യം തന്നെ കയറി പറഞ്ഞു. അങ്ങനെ ഇവർക്ക് ഇപ്പൊ പേടിയാണ് എന്റെ മമ്മീനെ. അത്രയ്ക്ക് കറക്റ്റ് ആയിട്ട് എല്ലാ പരിപാടി അറിയാം. ഇനി നമുക്ക് ഏഞ്ചലിന്റെ ഒരു ഡാൻസ് കാണാൻ. ചേട്ടാ എന്നോട് പറഞ്ഞു ഏത് പാട്ടിനും ഡാൻസ് ചെയ്യും ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഏഞ്ചലിന് ഏത് പാട്ടിട്ട് കൊടുത്താലും ഏഞ്ചൽ ഡാൻസ് ചെയ്യും. അങ്ങോട്ട് സൂപ്പർ ഡാൻസ്. നിങ്ങൾ കൈ അടിക്കാണ്ടിരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? സിരിച്ചു പുട്ടാൻ നെഞ്ചില് ആനി വെങ്കല കിണ്ടി പോല മിന്നും മന്ദിരമേ നീ നാ പക്കത്തിലെ വെക്കത്തുക്ക് പോകാതവ ഒരു നൂലയില്ല സെല കെട്ട ആളാനവ അട നീ വந்தாயே வந்தாகாலி அமாங்கோ
ദില് ആനി ഏ വെങ്കലഗിനി പോലെ മിന്നു മന്ദിരമേനി കമ്പാർട്ട്മെന്റ് ടീം അടിച്ച് പൊളിക്കാണ്. എന്താ സ്റ്റെപ്പ് നോക്ക് നിങ്ങള്. അയ്യോടാ സൂപ്പർ സൂപ്പർ. ലയിപ്പിച്ചണ്ട അവസാനം ലയിപ്പിക്കലുണ്ടായിരുന്നു. അത് പറഞ്ഞു നമ്മളൊരു എന്റെ ഒരു ജൂനിയർ ആയിട്ട് തന്നെ തോന്നൂല്ലേ? ഇതില് നിങ്ങൾ ശരിക്കും നിങ്ങൾ ഈ 2.5 മണിക്കൂർ ഈ സിനിമയിൽ നിങ്ങൾ 4 പേരും ഉള്ളോ? അല്ല, എന്തായി പറഞ്ഞേ? സുരേഷ് ഒരാൾ ഗോപി തന്നെ മതിയല്ലോ. 2.5 3 മണിക്കൂർ സിനിമ പോക്കോളൂ. സുരേഷ് ഗോപി, കലാഭവൻ മണി, കലാഭവൻ ഷാജോൺ, കൊച്ചു പ്രേമൻ, സലീം കുമാർ, അനൂപ് ചന്ദ്രൻ. ഈ പേരിൽ ഞാൻ എപ്പോഴും ചോദിച്ചിരിക്കുന്ന, ഇപ്പൊ ചിലർ സലീമുക്കാന്ന് വിളിക്കും, ചിലർ സലീമേട്ടാന്ന് വിളിക്കും. കാരണം സംശയമാണ് ചിലവർക്ക്. സലീം കുമാർ എന്ന് വന്നു, അത് എങ്ങനെ? സലീം എന്ന് പറയുന്നത് മുസ്ലിം പേരാണ്, താനും കുമാർ ഒരു ഇതാണെന്ന്. അപ്പൊ എല്ലാവർക്കും സംശയം സലീമുക്കാന്ന് വിളിക്കണോ സലീമേട്ടാന്ന് വിളിക്കണോ? അതിന്റെ ഉള്ളിൽ ആ ഒരു നിഗൂഢത എന്താ ഏട്ടാ? ഒരു നിഗൂഢതയില്ല, എന്ത് വേണം വിളിക്കാൻ ആയിരിക്കും. സലീമേട്ടന്റെ പേര് അങ്ങനെ തന്നെയായിരുന്നു കൊച്ചിലെ? അതെ അതെ, ഞാൻ അങ്ങനെ സിനിമക്ക് വേണ്ടി വിട്ട പേരൊന്നുമല്ല. അങ്ങനെ നമ്മുടെ അച്ഛനമ്മക്കൊക്കെ തോന്നി. അല്ല, അച്ഛനമ്മല്ല, ടീച്ചറാണ് ഈ പേര് ഇരുന്നത്. ഇപ്പൊ എന്റെ പേര് സലീം എന്ന് മാത്രം ഉണ്ടായുള്ളൂ. അപ്പൊ ടീച്ചർ പറഞ്ഞൊരു മുസ്ലിം പേര് പോലെ തോന്നിക്കുന്നൊരു കുമാറോടെ കൊടുപ്പുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഫിറ്റ് ചെയ്ത് അങ്ങനെ വെച്ച് സലീം കുമാർ എന്നായി. അത് ശരിക്കും ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ്. അതെ, ചിലപ്പോ കോമഡി ട്രൂപ്പൊക്കെ നടത്തിക്കൊണ്ടിരുമ്പോ മുസ്ലിം പള്ളി ചെന്നാലും അമ്പലത്തിൽ ചെന്നാലും എല്ലാത്തിനും നമുക്കൊരു ഇത്. അല്ല, ഞാൻ ഒരാൾക്കും അന്യനല്ലോ. എല്ലാ പണ്ടുകൂടി അത് ട്രൂപ്പൊക്കെ ഇപ്പോഴും ഉണ്ടോ? മറ്റേ ഇല്ല, അത് കൃഷിയുടെ കൂട്ടത്തിൽ അതും. കാരണം ഇപ്പൊ നമ്മളിപ്പോ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എത്ര നല്ല പ്രോഗ്രാം ചെയ്ത് സലീം കുമാർ നന്നായി എന്നാലും പറയാൻ പോകില്ല. പിന്നെ എന്തിനാണ് പിന്നെ നന്നായില്ല എന്ന് പറയുന്നത്? പിന്നെ നമ്മൾ പൈസക്ക് വേണ്ടി കഴിക്കണം. എനിക്ക് വയ്യ, ടെൻഷൻ അടിക്കാൻ വയ്യാണ്ടാണ്. കാരണം സ്റ്റേജ് ഷോ എന്ന് വെച്ചാൽ റിവിനോട് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ടെൻഷനാണ്. അപ്പം ഞാൻ ഒരു സ്റ്റേജ് ഷോക്ക് ഒരു 25 പ്രാവശ്യം ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണം എനിക്ക്. അങ്ങനെ അതാണ് എൻ്റെ ടെൻഷൻ അടിച്ച് എനിക്ക് വയ്യ, ഇനി യൂറിൻ പാസ് ചെയ്യാൻ വയ്യാന്ന് നിർത്തി. അല്ല, അവന് ചേട്ടൻ ഇപ്പൊ ദൈവം ആവശ്യത്തോളം എല്ലാ രീതിയിലും സമ്പത്തും വീടൊക്കെ തന്നെ പറവൂർ ഒരു ജില്ല തന്നെ ഉണ്ട് ആ വീട്. അല്ല, എല്ലാം കൊണ്ട് ദൈവം ഒരുപാട് അനുഗ്രഹിച്ചിട്ടില്ലേ? അതല്ല, അനുഗ്രഹമൊക്കെ ഉണ്ട്. അനുഗ്രഹം അപ്പൊ ഇനി പരിപാടി ചെയ്തില്ലല്ലോ ചേട്ടൻ, അതിന്റെ ആവശ്യമൊന്നും അല്ല. അത് അല്ല, പരിപാടി ചെയ്തില്ലെങ്കിലും അല്ല. ഇപ്പൊ റിമി ടോമി ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ ജോയി ആലുക്കാസ് റിമി ടോമിയാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. എന്റെ പൊന്നിയേട്ടാ, അങ്ങനെ അല്ല, അങ്ങനെയൊന്നും പറയല്ലെന്നേ. കുട്ടിയോട് ചോദിക്കട്ടെ. ഇല്ല ഇല്ല, ഇപ്പൊ ജസ്റ്റ് റേഷനൊക്കെ വാങ്ങിച്ചു പോകുന്നു അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ ദൈവദോഷമായിരിക്കും. റേഷൻ കട എന്നല്ല, അത്യാവശ്യം ജീവിക്കാൻ പറ്റുന്നു. അതെ, നമുക്ക് അത് നിർത്താം പരസ്പരം. ലയോട് നമ്മളൊന്നും ചോദിച്ചില്ല. അതെ, ഒരു 2 വരി പാടണമെന്ന് ആഗ്രഹം. ആയിക്കോട്ടെ. ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, മാനവ ഹൃദയം ദേവാലയം, ദേവാലയം. ഫാന്റാസ്റ്റിക്. അയ്യോ, വണ്ടർഫുൾ. ഇതുവരെ നിങ്ങൾ സെറ്റിൽ ഇതൊന്നും പാടിപ്പിച്ചിട്ടില്ലേ? ഞാൻ അങ്ങനെ ഈ പിള്ളേര് ബോർഡ് ചെയ്യുന്ന സംഭവം ചെയ്യിച്ചിട്ടില്ല. ഒരു ഉഗ്രൻ പെർഫോമൻസ് ഇനി വരുന്നുണ്ട്. അങ്ങനെ കമ്പാർട്ട്മെന്റ് എന്ന സിനിമയുടെ സലീം കുമാറിന്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ എല്ലാം കൂടെ നിർവഹിച്ച ചിത്രത്തിന്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കാലിന് കുറച്ച് സുഖമില്ലാത്തൊരു ഒരാള് പക്ഷെ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ഡാൻസ് ചെയ്യാൻ പോവുക. ദൈവം കുറച്ച് ഒരു കുറവ് കൊടുത്തെങ്കിൽ പക്ഷെ അവരതൊരു കുറവായിട്ട് കാണാണ്ട് അതവർക്ക് ഒരു ശക്തിയായിട്ട് കിട്ടി അവരെ ഒത്തിരി തോറ്റ് പിന്മാറാണ്ട് സ്റ്റേജിൽ വരും. അതല്ല, ഞാൻ ഈ സിനിമയിൽ അങ്ങനത്തെ മെസ്സേജ് കൊടുക്കുന്നത്. കാരണം എബ്രഹാം ലിങ്കനും ഐസക് ന്യൂട്ടനൊക്കെ ഓട്ടിസം വന്നവരായിരുന്നു വളരെ ചെറുപ്പത്തിൽ.
അവർക്ക് ലോകത്തിൻ്റെ നെറുകയിലെത്താമെങ്കിൽ അതേപോലെ തന്നെ വിൽമാർ റുഡോൾഫ് ഒളിമ്പിക്സിൽ 60 ഒളിമ്പിക്സിൽ കാല് വയ്യാണ്ട് അതെ തളർന്നുപോയ കുട്ടിയാണ്. അമ്മേ ഞാനൊന്ന് നടന്നോട്ടെ എന്ന് അതെ ചോദിച്ചു അതെ അതെ. അപ്പോൾ അവർക്ക് ഒളിമ്പിക്സിൽ മെഡൽ നേടാമെങ്കിൽ ഇതൊന്നും ഒരു പരിമിതിയും ഒന്നും പ്രശ്നമില്ല. സുധാചന്ദ്രൻ നല്ല ഡാൻസർ അല്ലേ? അതെ അതെ കാലിന് അത്രയും അതെ അതെ പ്രശ്നം ഉണ്ടായിട്ടും സാധ്യ ഡാൻസർ അല്ലേ? പിന്നെ അപ്പൊ നമുക്ക് ഇന്നതാവണമെന്ന് വെച്ചാൽ മനസ്സിലൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് അതാവാൻ പറ്റിയിരിക്കും. ആയിരിക്കും. അതിനൊരു വ്യക്തമായ തെളിവാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത്. பிரதர், நமக்கு கை காலை விட தன்னம்பிக்கை அதிகம்னு இந்த உலகத்துக்கே காமிக்கும். வலிக்குதுன்னு விட்டேன்னு வச்சுக்க, வாழ்க்கையே மிஸ் ஆயிடும். வலியை தள்ளி வச்சு தண்ணியை குடிச்சிட்டு எழுந்து கலக்கு. ஆல் தி பெஸ்ட்.
ഈ കലാകാരന്. നിങ്ങളുടെ പേരെന്നാണ്? സലീം. அப்போ நீங்கள் கண்டிப்பாக அது வந்து இந்த கேரளாவில் ரொம்ப பெரிய நேஷ்னல் அவார்டு வின்னர், பெரிய ஸ்டார் ஆக்டர். தமிழ்லையும் நிறைய படம் பண்ணியிருக்க. போய வருஷம் 2 படம் 2014 பண்ணியிருக்க. 2 படம் நிறைய படம் மாதிரி அந்த மாதிரி உள்ள படம். மரியான் படம் பார்த்துருக்கா? அதில் நீங்கள் എവ്വളോ ഗോഡ് ഗിഫ്റ്റഡ് പേഴ്സൺ. ഒരു കാലിന് ഒരു ചെറിയ സ്വാധീനക്കുറവുണ്ട്, ചെറുതല്ല നല്ല രീതിയിലുണ്ട്. നമുക്ക് മനസ്സിൽ സങ്കടവും തോന്നുന്നുണ്ട്. എന്നിട്ടും ഇതും വെച്ചിട്ട് എങ്ങനെയെങ്കിലും എനിക്ക് ജീവിതത്തിൽ തോക്കാൻ പറ്റത്തില്ല, മനസ്സില്ല, എനിക്ക് തന്നെ ഉപജീവനം. അത് നിങ്ങൾ ആലോചിച്ച കാലും കൂടെ ഇതിന് പ്രശ്നമില്ലായിരുന്നെങ്കിൽ എന്തോ നല്ല ഡാൻസറാണ്, ഇപ്പോഴും എന്തോ ഒരു രസമായിട്ട് ഡാൻസ് ചെയ്യുന്നു. പക്ഷേ ശരീരത്തിൻ്റെ ബാക്കി എല്ലാ അവയവങ്ങളും ഞാൻ ഉപയോഗിച്ച് എൻ്റെ ആ പോരായ്മ ഞാൻ തരണം ചെയ്യുന്നു. ഇദ്ദേഹത്തിലൂടെ നമുക്ക് ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. ഉഗ്രം കൈയടി കൊടുക്കണം. നമ്മളെല്ലാം ദൈവത്തിന് ഓരോ പരാതി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇത്രയും മാത്രം ആലോചിച്ചാൽ മതി. പൂർണ്ണ ആരോഗ്യവാനായിട്ട് എല്ലാ അവയവങ്ങളും തന്ന് ദൈവം നമ്മളെ സൃഷ്ടിച്ചല്ലോ. അതിന് വേണം നമ്മൾ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കാൻ. അണ്ണേ உங்களுக்கு நல்லபடி എല്ലാം നടക്കും. ജിമ്മിലൊക്കെ പോകണുണ്ടോ? എപ്പടി എന്താ മസിലൊക്കെ ഇങ്ങനെ വെട്ടിക്കണത്? നൈറ്റിൽ ടി വി വ്യാപാരം. നൈറ്റിൽ ടി വ്യാപാരം. സൈക്കിൾ ഓടിച്ചു കഴിഞ്ഞാൽ അപ്പം ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് മസിൽ വരും. കണ്ട എല്ലാ ചേട്ടന്മാർക്കും മനസ്സിലായല്ല, ജിമ്മിൽ പോയി കഷ്ടപ്പെടണ്ട അല്ലേ? ഓക്കെ അണ്ണേ, താങ്ക് യു സോ മച്ച്. അവരുടെ വക എല്ലാവരുടെയും നന്ദി. അപ്പോൾ ഇനിയും സലീമേട്ടനിൽ നിന്നും ഒരുപാട് നല്ല ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരു ചെറിയ സംശയം കൂടെ ചോദിച്ചോട്ടെ? അതെല്ലാവരും ചോദിക്കുന്നതായിരിക്കും. ഈ നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം ചേട്ടന് കോമഡി റോളുകൾ സ്വീകരിക്കാതിരിക്കത്തൊന്നും? സ്വന്തം പടത്തിൽ തന്നെ ചേട്ടൻ അതാണ് ചെയ്തത്. വെറുതെ പറഞ്ഞ് പരത്തുന്നതാണ് എല്ലാവരും അല്ലേ? അതെ, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഞാനിങ്ങനെ ഉരുണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ പരത്തല്ല. അല്ല, ഉരുണ്ടിരുന്നാ കുഴപ്പം, ഇത്തിരി മെലിഞ്ഞാ കുഴപ്പം, എല്ലാം കുഴപ്പമാണ്. ഇത്തിരി നാള് കാണാണ്ടിരുന്നാ പറയും ഇല്ല ആള് പോയി. എന്താ ചെയ്യല്ലേ ഏട്ടാ? ഇത്തിരി പ്രശസ്തനായാലും എന്താ ചെയ്യാ? എനിക്ക് വയ്യ. അപ്പൊ പിന്നെന്താ ചേട്ടൻ ഈ കമ്പാർട്ട്മെന്റിനെ പറ്റി പറയാനുള്ളത്? അല്ല, കമ്പാർട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അരുണേ, ഏഞ്ചലേ, നമ്മള് പോവാണ്. ടാറ്റ ബൈ ബൈ പറയേണ്ട സമയമായി. പോവാൻ തോന്നുന്നില്ല. അയ്യോടാ, ഇഷ്ടപ്പെട്ട പരിപാടിക്ക് ഇവിടെ വന്നിരുന്ന് ഇഷ്ടപ്പെട്ടോ? എന്നെ അറിയാവോ? ടിവിയിൽ കണ്ടിട്ടുണ്ടോ? എന്നാ പേരെന്താ? അയ്യോടാ, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇതുക്കുള്ള എന്താ ഏട്ടാ വേണ്ടത്? കലാകാരന്മാർക്ക് കിട്ടാവുന്ന ഒരു റീമി ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അരുൺ ഏതായിരുന്നു? ആമേമൂലും എന്റെ വീട്ടിൽ എന്നുവെച്ചാൽ എന്റെ ക്ലോസ് ഫ്രണ്ട്സിന് പോലും ഒരു പക്ഷെ ഞാൻ പാടിയ കാര്യം അറിയില്ല. ഏറ്റവും പുതിയ പാടിയ പാട്ട് ഈ ആമേമൂലും ഒക്കെ പറഞ്ഞപ്പോഴേ ചേച്ചി ഞാൻ വിചാരിച്ച ചിങ്ങമാസം ഞാൻ വിചാരിച്ചത്. ഏഞ്ചൽ കുട്ടിക്കോ എന്താ പരിപാടിക്ക് വന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ പരിപാടിയിൽ അധികം സംസാരിക്കാനും സമയം കിട്ടിയില്ല. എന്നാൽ ഇവിടെ ഇഷ്ടപ്പെട്ടോ വന്നത്? ഇഷ്ടപ്പെട്ടു. ഞാൻ പറയാനുള്ളത് മാത്രമാണ്. ഈ പടം ഇഷ്ടപ്പെട്ടു. എൻ്റെ ഈ പടം എല്ലാവരും കാണാം. ഈ പടം എല്ലാവരും കാണണം. പിന്നെ എനിക്ക് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഇവിടുത്തെ എല്ലാവരും കമ്പാർട്ട്മെന്റ് എന്ന ചിത്രം കാണുക. എനിക്ക് മാത്രം പറയാനുള്ളത്, സലീമങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കോമഡികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത് മീശമാനെല്ലാം വലിയ ചിരിയാണിത്. സലീമങ്ങൾ ഇതിൽ കൂടി ഇങ്ങനെ നീങ്ങി വരുന്നത്. അപ്പോൾ ചാടും. പായസത്തിലാണെന്ന് ഓർത്തുകൊണ്ട് വീണ് പോകും. വീണത് എവിടെയെന്ന് അറിഞ്ഞുകൂടാ. വീണ എവിടെയാണെന്നാ ചാണത്തിൽ വീണേ ഇങ്ങോട്ട് പറയണ്ട. അരുൺ ഏതാ സലീമേട്ടന്റെ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ? അമ്മ ഇതിനകത്തെല്ലാം കുഞ്ഞുവാവയുണ്ടോ അമ്മ? അതല്ലേ? പിന്നെ ഇതുണ്ടല്ലോ, പിന്നെ മണവാളന്റെ അച്ഛൻ. അല്ല, തിലക്കത്തിൽ തന്നെ വലിച്ചിരിക്കുമല്ലോ കഞ്ചാവടി. പിന്നെ വേറെ ഏതാ സലീമേട്ടന്റെ ഇഷ്ടപ്പെട്ട? പുലിവാൽ കല്യാണം. പിന്നെ വേറെ ഏതാ സലീമേട്ടന്റെ മീശമാധവൻ അല്ലാണ്ട് ഏഞ്ചൽ ഇഷ്ടപ്പെട്ട? കല്യാണരാമൻ. ആരെ ചോദിച്ചോ? ഒരു സീനിൽ അഭിനയിച്ച ആൾക്കാരെ കുറിച്ച് ചോദിച്ചു, അത് പറയും. കാരണം ഇവര് ഈ സിനിമയും മ്യൂസിക്കും ഭയങ്കര ക്രേസ്. അല്ല, ഇതിന് രണ്ടിനും മാത്രം ഇരുന്നത് കേൾക്കും.
മ്യൂസിക്കും സിനിമയും സിനിമയൊക്കെ അവർക്ക് ഭയങ്കര അതല്ലേ ഇവള് പാട്ട് വെച്ച് കൊടുത്ത് ഡാൻസ് കളിക്കുന്ന പറഞ്ഞാൽ ആ താളബോധത്തിലാണ് വെറുതെ ചെയ്യാൻ പറ്റുന്നത്. ഇവര് തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുക സിനിമയുടെ പ്രൊമോഷൻ വേണ്ടിയുള്ള വർക്ക്. സിനിമ ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും സലിമേട്ടന്റെ ഈ പടത്തിന് എല്ലാവിധ ആശംസകളും പ്രശസ്തിയുടെ ഹിറ്റിന്റെ ഒരു കൊടുമുടിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സലിമേട്ടൻ മുടക്കിയ പൈസ കിട്ടുക എന്നതിലുപരി നല്ലൊരു മലയാള സിനിമകൾ തന്നെ എന്നും എടുത്തു നോക്കുമ്പോൾ ഒരു നല്ലൊരു ചിത്രമായിട്ട് കമ്പാർട്ട്മെന്റ് എന്നും നിലനിൽക്കട്ടെ. നല്ലൊരു സാമൂഹ്യ നന്മയുള്ള ഒരു മെസ്സേജുള്ള ഒരു നല്ലൊരു ചിത്രം എടുക്കാൻ പറ്റുന്ന ചേട്ടൻ്റെ മനസ്സിലൊരു സന്തോഷമില്ലേ ആൾക്കാരുടെ പ്രതികരണം കേൾക്കുമ്പോൾ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതുപോലെ മക്കളുള്ള ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. ഇപ്പോൾ ഇവരുടെ അച്ഛനും അമ്മയും തന്നെ വന്നിട്ടുണ്ട്. അവരെന്തോരം സന്തോഷത്തോടെ ഇരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കുക, അച്ഛനമ്മമാർ വിചാരിക്കുക ഞങ്ങളുടെ മക്കൾക്ക് ഒരു കുറവുമില്ല, കണ്ടില്ലേ സാധാരണ മനുഷ്യർക്കുള്ളതിനേക്കാൾ ഇരട്ടി ബുദ്ധി ഇവർക്കുണ്ട്. പേരറിയോ? ആരുടെ? റാണി. അച്ഛന്റെ പേര് ജോയ് എന്നാണ്. ഒരു കുഞ്ഞാനെത്തിയും കൂടെ ഉണ്ട്, ജമീമ. ജമീമ എന്ത് ഇവിടെ ഉണ്ടോ? അവള് ഡാൻസറാണ്, ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ പേടിപ്പിച്ചിരുന്ന അവളോസായിരുന്നു ഇവളാ. നീ മര്യാദക്ക് അഭിനയിച്ചില്ലെങ്കിൽ അവളെ കൊണ്ട് കൊച്ചനിയത്തോട് ഭയങ്കര സ്നേഹം പറയും. ആ സമയത്ത് കറക്റ്റായിട്ട് അഭിനയിക്കും. കൊച്ചനിയത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒക്കെയാണ്. അനിയത്തിനെ നിൽക്കുമെന്ന് പറയുമ്പോ പെട്ടെന്ന് തന്നെ അതുപോലെ ഇല്ലാത്ത സ്പർശനം വരുമ്പോ കൊച്ചനിയത്തി ഉണ്ടോ ഇവിടെ? ഇത് മാത്രമല്ല അച്ഛൻ അമ്മ ഒക്കെ കുടുംബമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏഞ്ചലിലെ കൊച്ചനുജത്തി ജമീമ. ജമീമ. ഇവിടെ ഇരുന്നോ, കുഴപ്പമില്ല. എങ്ങനെയാ ഒന്ന് മുന്നിലേക്ക് റീം ചേച്ചി സ്വാഗതം പറയുന്നത് കേൾപ്പിച്ചേ. ഒന്ന് എല്ലാവർക്കും സ്വാഗതം. സൗണ്ട് കറക്റ്റായിരുന്നു. പിന്നെ ലേക്ക് എന്താ ഇഷ്ടം? ലേ ഈ പ്രോഗ്രാമിന് വന്നിട്ട്? അല്ല, എനിക്ക് ഇത് പ്രോഗ്രാം പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത പോലെ ഒരു തോന്നൽ. എന്നാ പിന്നെ നമ്മൾ ലേ മാത്രം ഇരുത്തി 1 മണിക്കൂടെ ആക്കാം. എനിക്ക് കാരണം ഉണ്ടല്ലോ ചേട്ടൻ, അതും എനിക്ക് ചേട്ടന്റെ ആ സിനിമയെ പ്രചോദനം. പുലിവാൽ കല്യാണത്തെ ഒരു ഡയലോഗ് ഉണ്ട്, ഞാൻ അതിനകത്ത് നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ടാണ്. എന്താ രാവിലെ എന്താ കഴിച്ചത്? പരിപ്പുടയും ചായ. എനിക്ക് റിസ്ക് എടുക്കണ്ട, മാറിക്കിടക്കണം. ഒരു സീനുണ്ട്. അപ്പൊ നമുക്കൊരു കുടുംബമായിട്ടിരുന്ന് പാടാൻ പറ്റിയ ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്തായിരിക്കും നിമ നമ്മൾ പാടാൻ പോകുന്നത്? ആദ്യത്തെ പാട്ടാണ് ചിങ്ങമാസം വന്നു ചേർന്ന നിന്നെ ഞാനും സ്വന്തമാക്കും. നെഞ്ചിനുള്ളിൽ വന്ന് ചെണ്ടടക്കെ പെമ്പറന്നൊള്ളേ സമ്മതമോ ഇമ്മതം എങ്ങുണ്ടാവും നീ കണ്ടെടുത്തും കണ്ടു ഇവിടെ മനസ്സമ്മതപ്പോ ഇമ്മ ആ കിന്നാരം Thank you team Compartment. Thank you Salibeta. Arun, Molu, എല്ലാവിധ ആശംസകളും ഈ ചിത്രത്തിന്.